ഇപ്പോൾ നിൽക്കുന്നത് കാഞ്ഞിരംകുളത്താണ്. കാഞ്ഞിരംകുളത്ത് പെരുന്നാന്നി ബ്രദേഴ്സിൻ്റെ വളരെ വ്യത്യസ്തമായി 2500 സ്ക്വയർ ഫീറ്റിലധികം വിസ്തൃതിയിലുള്ള ഒരു വലിയൊരു അത്തപ്പൂക്കളം ഒരുക്കിയിരിക്കുകയാണ് ഇവിടുത്തെ ബ്രദേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. എത്തരത്തിലാണ് നിങ്ങൾ ഇങ്ങനെ ഒരു കാഴ്ചപ്പാട്, അതായത് 2500 സ്ക്വയർ ഫീറ്റിലധികം എല്ലാ വർഷവും ഇത്ര വ്യത്യസ്തമായ രീതിയിലാണ് നിങ്ങൾ ഇത്തരത്തിൽ ഒരു അത്തപ്പൂക്കളം ഒരുക്കുന്നത്? എന്താണ് ഒരു പ്രചോദനമായിട്ടുള്ളത്? എല്ലാവരുടെയും സഹകരണം തന്നെയാണ്. ഞങ്ങൾ കൂട്ടുകാരുടെ ബ്രദേഴ്സിന് അങ്ങനത്തുള്ള എല്ലാവരും ഇതിനും നല്ല ശക്തിയായിട്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ മെയിൻ കാര്യം അപ്പോൾ ഞങ്ങളുടെ ഒരു ആഘോഷമാണ് പെരുന്നാന്നി ബ്രദേഴ്സിൻ്റെ തിരുവോണം എന്ന് പറയുന്നത്. ഞങ്ങളുടെ 26 വർഷം ഇപ്പോൾ ഞാനൊക്കെ ചെറുതായിരുന്നു മുതൽ തുടങ്ങിയതാണ് ഇതൊക്കെ. അപ്പോൾ ഞങ്ങളുടെ ഒരു വികാരത്തിൻ്റെ ഭാഗമാണിത്. അപ്പം വികാരം ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഈ പെരുന്നാന്നി ബ്രദേഴ്സ് എത്ര അംഗങ്ങളാണുള്ളത്? എത്ര വർഷം ഇതിന് പാരമ്പര്യം ഉണ്ടാവുന്നാലും? വർഷം 26 വർഷത്തിന് മുകളിൽ പാരമ്പര്യമുണ്ട് ഇതിന്. അപ്പം ഈ ഇത്തരത്തിലുള്ള അത്തപ്പൂ തുടങ്ങിയിട്ട് ഞങ്ങളൊരു 26 വർഷം ആയി ഇങ്ങനെ ചെയ്യാനായിട്ട്. അംഗങ്ങൾ ഒരുപാടുണ്ട്, ഒരു 100 ആൾക്കാരുണ്ടാവും. ഇത് ഈ അത്തം 10 ദിവസം വ്യത്യസ്തമായിരിക്കും, അതോ അവസാന ദിവസത്തെ മാത്രം ഞങ്ങൾ ചെയ്യുന്നത്? ഇത് ഇത്രയും ഈ ഒരു അത്തപ്പൂ മാത്രം ചെയ്യാൻ അടിപ്പുകൾ മാത്രം വലിയൊരു എണ്ണം തന്നെ വേണ്ടത് ഇത്രയും പണിയെടുക്കാൻ? 15 കൂടുതൽ ദിവസം എടുത്ത് ചെയ്തെടുക്കാൻ. അത് ഒരുപാട് പേര് ഈ 15 അധികം ആൾക്കാർ മാറി ചെയ്താണ് ഇത്രയും. ജാതിമത ഭേദമന്യാണ് ഒരു എല്ലാവരും എല്ലാ മതപകരം എല്ലാ ജാതി ആൾക്കാരും ഇതിനകത്തുണ്ട്. അങ്ങനെ ജാതി ഞങ്ങൾക്ക് ഇവിടെ ഇല്ല, പെരുന്നാളിന് അങ്ങനെ ഒരു വേർതിരിവില്ല. ഇതിലുപരി ഈ ഓണത്തിന് അത്തപ്പൂക്കൾ, ഇതിലുപരി ക്രിസ്മസിന് മറ്റെന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും? ചെയ്യാറുണ്ട്. ഇത് വളരെ നല്ല വ്യത്യസ്തമായ രീതിയിൽ ഇതിനെ ഈ രൂപത്തിലാക്കിയെടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു ശില്പിയുണ്ട്. അദ്ദേഹത്തിന് നമുക്ക് ചേട്ടൻ്റെ പേരെന്താണ്? രാജേഷ്. എങ്ങനെ ഇതിന്റെ ഒരു രൂപകൽപ്പന എങ്ങനെയാണ്? കഴിഞ്ഞ ഇവിടെയുള്ള ഭാരവാഹികൾ തന്നെ കുറേ ഐഡിയകൾ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയെല്ലാം ഞാൻ തന്നെ ഐഡിയാസുകൾ പറഞ്ഞു. ഇതിനെ ഉപരി വേറെ വ്യത്യസ്തമായി വേറെ ചെയ്തിട്ടുണ്ട് എവിടെയെങ്കിലും? ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതിന് മുമ്പ് 2 വർഷമാണ്. അല്ലാതെ വർഷം മുമ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട്. 3-4 പിന്നെ വേറെയും ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് നിങ്ങളൊരു കാഴ്ചപ്പാട്, അതായത് ഇത്രയും വ്യത്യസ്തമാകണമെന്നുള്ളൊരിതാണോ? അങ്ങനെയാണ് ഓരോ വർഷം ഇടുന്തോറും നമ്മൾ അതിനെ വലുതാക്കി പല ഡിസൈനും എന്ന് വെച്ചാൽ ഇപ്പം കേരളത്തിൻ്റെ തനിമകളാണ് കൂടുതലും സൂചിപ്പിച്ച് നമ്മൾ സ്വാതന്ത്ര്യദിനമായിരുന്നാലും അതേപോലെ തന്നെ കഥകളി, അതിൻ്റെ രൂപങ്ങളും അങ്ങനെ ഓരോ വർഷവും നമ്മൾ വ്യത്യസ്തമായി ഈ നമ്മുടെ കേരളത്തിലെ ജനതയ്ക്ക് തന്നെ കാണാൻ വേണ്ടി നമ്മുടേതായ ഒരു ആശയം കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിന് കാഞ്ഞിരംകുളത്തെ എല്ലാവരുടെയും നാട്ടുകാരുടെയും വലിയൊരു നമുക്കൊരു ആവേശം തരുന്നുണ്ട്, അതേപോലെ തന്നെ സഹായം തരുന്നുണ്ട്. കാരണം പൂവിന് മാത്രം തന്നെ 3 ലക്ഷം രൂപ, ബാക്കി എല്ലാം കൂടെ ഏകദേശം 5 ലക്ഷത്തിന് പുറത്ത് നമുക്ക് ചിലവ് വരും. അത് ഈ നമ്മുടെ കാഞ്ഞിരംകുളത്തിലെ നാട്ടുകാരുടെ ഒരു ആവേശമാണ്. അതാണ് നമുക്ക് ഒരു നല്ലൊരു പ്രചോദനം. ഓരോ വർഷവും ഇടാൻ നമുക്ക് പ്രചോദനം തന്നെ ഇവിടുത്തെ നാട്ടുകാരാണ്. അപ്പോൾ അതിനെല്ലാവർക്കും നാട്ടുകാർക്കാണ് നമുക്ക് നന്ദി പറയേണ്ടത്. എന്നാലും ഓരോ വർഷവും നമ്മൾ വെറൈറ്റി മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ചെയ്യുന്നത്. കഴിഞ്ഞ 2023 എന്താണ് നിങ്ങളുടെ ഒരു ആശയമായിരുന്നു? എന്താണ് 2023 നമ്മൾ ഇതിൽ തന്നെ ദേശീയ പതാക വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വേറെ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു മുകളിലൊരു കവാടം വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ വർഷവും ഓരോരോ തനി രൂപങ്ങളാണ് നമ്മൾ ചെയ്തു വരുന്നത്. അടുത്ത വർഷത്തേക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? അതായത് ആ സമയത്താണോ നിങ്ങൾക്ക്? അടുത്ത വർഷം നമുക്കിപ്പോൾ ഓരോ വർഷവും ചെറിയ നമുക്ക് കുറവുകൾ വരുന്നുണ്ട്. അതിനെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് അതിനെല്ലാം മാറ്റം വരുത്തിയാണ് നമ്മൾ ഓരോ വർഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഓരോ ചെറുപ്പക്കാരുടെ ആശയങ്ങളാണ് വരുന്നത്. നമ്മൾ എല്ലാവരും കൂടെ തീരുമാനിച്ച് ഓരോ ദിവസം എന്തൊക്കെ മാറ്റം വരും, സെൻട്രൽ ഡിസൈൻ മാറ്റണോ, കവാടങ്ങൾ മാറ്റണോ, അങ്ങനെയൊക്കെ ഓരോ ദിവസവും മാറ്റിയാണ് നമ്മൾ ഓരോ വർഷം ചെയ്തു വരുന്നത്. ഈ അത്തപ്പൂ കാണുമ്പോൾ എന്ത് തോന്നുന്നു? അത് ഭയങ്കര ഇഷ്ടപ്പെട്ടോ?